ലയേഴ്സ് ക്ലബിന്റെ ക്രിസ്തുമസ് പുതുവത്സരാഘോഷ പരിപാടികൾ വിപുലമായി ആഘോഷിച്ചു. സംവിധായകൻ MC ജിതിൻ മുഖ്യാതിഥിയായിരുന്നു. സൂക്ഷ്മമായ ദർശനത്തിനെ കുറിച്ചൊക്കെ ആക്ച്വലി സൂക്ഷ്മദർശനിയിൽ നിന്നും എന്തായിരുന്നു ടേക്ക് അവേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ന്യൂസ് പേപ്പറിൽ ഒരു ഹെഡിങ് കണ്ടു, പോലീസിന്റെ സൂക്ഷ്മദർശനിയിൽ ആ ഒരു ക്രിമിനൽസിന്റെ തിരക്കഥ പൊളിച്ചു എന്നുള്ളത്. അപ്പോൾ ആളുകൾ അങ്ങനെ ആ ടൈറ്റിലിനെ യൂസ് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ്. പല യൂസേജിലും ആ ടൈറ്റിൽ വരുന്നുണ്ട്. ആക്ച്വലി ഇവിടെയും അങ്ങനെ യൂസ് ചെയ്ത് കണ്ടപ്പോൾ ഇതാണ് ടേക്ക് അവേസ് എന്ന് എനിക്ക് തോന്നുന്നു. ആ സിനിമ മറ്റെല്ലാ ഇതിനെക്കാട്ടും മറ്റൊരു ഏറ്റവും വലിയ കോയിൻസിഡൻസ്, ജെയിംസ് ചേട്ടൻ ഇവിടെ ഇരിക്കുന്നത്. ജെയിംസ് ചേട്ടൻ സൂക്ഷ്മദർശനിൽ അഭിനയിച്ച ഒരാളാണ്. വളരെ ആകസ്മികമായിട്ടാണ് ആക്ച്വലി സംഭവിച്ചത്. കാസ്റ്റിംഗ് ഉണ്ടായതല്ല, ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പേ ആ ഒരു ക്യാരക്ടർ വേറൊരാളാണ്. തൃശ്ശൂരുള്ള വേറൊരു ആളായിരുന്നു ചെയ്യാറുള്ളത്. അപ്പോൾ ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് പുള്ളി ആക്സിഡന്റ് ആയി വന്നപ്പോൾ ആ ക്യാരക്ടർ ആര് ചെയ്യുന്നുള്ളത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ്. പക്ഷെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, ആ കാസ്റ്റിംഗ് ആയിട്ടില്ല. അപ്പൊ അങ്ങനെ ആക്ടർ ഗണപതിയാണ് ജെയിംസ് ചേട്ടന്റെ പേര് പറഞ്ഞത്. അങ്ങനെ പുള്ളി ഷൂട്ടിന്റെ ഇടയ്ക്ക് അവിടെ വരികയും ഞങ്ങൾ ഓഡീഷൻ ചെയ്യുകയും ചെയ്തു. ഈ ഒരു വർഷം എല്ലാവർക്കും വളരെ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും നല്ല ആരോഗ്യവും ഒക്കെ ആയിട്ട് എല്ലാവർക്കും സന്തോഷത്തോടെ പുതിയ കാര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ മക്കളെ ഞാൻ നിർത്താണ്. നന്ദി. ജിതിന്റെ അധ്യാപിക കൂടിയായ ശുഭജ ബാനു ജിതിനെ സദസ്സിന് പരിചയപ്പെടുത്തി. കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിയിലെ മോളി ആൻഡ് ചാക്കോ ദമ്പതികളുടെ ടീച്ചേഴ്സ് പാരൻസ് ആണ്. അവരുടെ മകനായിട്ട് ജനിച്ചു. ചെറിയ 6ാം ക്ലാസ് തൊട്ട് 10th സ്റ്റാൻഡേർഡ് വരെ കോഴിക്കോട് വടകരയിൽ റാണി പബ്ലിക് സ്കൂൾ, കേരളത്തിലെ ഫസ്റ്റ് അക്രഡിറ്റഡ് സ്കൂളാണ്. അവിടെയാണ് ബോർഡിങ്ങിലായിരുന്നു അവൻ വിദ്യാഭ്യാസം തേടിയത്. അതിനുശേഷം കോളേജും കാര്യങ്ങളുമായിട്ട് അവൻ സിനിമ ഫീൽഡിലേക്കും പോയത്. ഫൗണ്ടേഷൻ ഇൻ വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ്, a graduate of St. Joseph College, Chennasheri, BA Multimedia and Madras University MA Visual Communication. Jithin has carved a niche in the Malayalam film industry with his unique narrative style and commitment to impactful cinema. Jithin began his journey as an assistant director under Abrid Shine for 1983 and progressed to associate director for the acclaimed action hero Viju 2016. During this period, he also explored advertising, crafting small but compelling ad films. രാവിലെ 6ാം ക്ലാസ് പഠിക്കുമ്പോൾ അച്ഛനും അമ്മയും കൂടെ ഇല്ലാത്ത കുട്ടികളുടെ അടുത്ത് ടീച്ചേഴ്സ് വന്ന് നീ കുളിച്ചോ, രാവിലെ കുളിച്ചോ എന്ന് പറഞ്ഞ് ചീത്ത പറയും, അനുസരിപ്പിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൻ പണ്ടത്തെ കാര്യങ്ങൾ എനിക്ക് ഓർമ്മയില്ലെങ്കിലും വൈകുന്നേരങ്ങളിൽ അവിടെ വന്ന് സംസാരിക്കും. ആ ഒരു ഇതൊക്കെ അവൻ പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ക്ലബ്ബ് പ്രസിഡന്റ് C. ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. പഴയ വർഷത്തിൽ നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങളും ചെയ്യാൻ പറ്റാതിരുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരു ഇൻട്രോസ്പെക്ഷൻ നമുക്കുള്ളതാണ്. അതിനൊപ്പം തന്നെ നമ്മളെല്ലാവരും കുറെ ആളുകളെങ്കിലും പുതുവത്സരം ഞാൻ ഇങ്ങനെ ആക്കും എന്നുള്ള റെസൊല്യൂഷനൊക്കെ എടുത്തിട്ടുള്ള ആളുകളുണ്ട്. അത് ശാരീരികമായിട്ടുള്ള ഒരു ഫിറ്റ്നസ് ആവാം, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാവാം, നല്ല നല്ല കാര്യങ്ങളാവാം. അങ്ങനെ നമ്മളെ എല്ലാവരും മനസ്സിൽ വിചാരിച്ചിരുന്ന, നമ്മുടെ കുടുംബങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ചിരുന്ന എല്ലാ നല്ല കാര്യങ്ങളും നടത്താൻ ജഗദീശ്വരൻ നമ്മളെ സഹായിക്കട്ടെ. ക്ലബ്ബ് പ്രസിഡന്റ് PK ശ്രീധരൻ പിള്ള പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. 4 വർഷങ്ങളിലും അതിന് 1, 2, 3 എന്നുള്ള ആ വ്യത്യാസമുണ്ട്. ഇപ്രാവശ്യവും നമുക്ക് സമാപനമുണ്ടോ എന്ന് അറിയാറായിട്ടില്ല. മുൻ വർഷങ്ങളിലെ അപേക്ഷിച്ച് ഇപ്പോഴ് കലണ്ടർ വർഷത്തേക്ക് പ്രവർത്തനങ്ങൾ മാറ്റുകയാണ്. അപ്പൊ മുൻപ് ഫൈനാൻഷ്യൽ വർഷമായിരുന്നു, ഏപ്രിൽ ടു മാർച്ച് ആയിരുന്നു, ഇപ്പോഴ് കലണ്ടർ ഇയറാണ്. അപ്പൊ ഇന്നത്തെ ഈ പരിപാടി, ഈ ന്യൂ ഇയർ പരിപാടി ഈ വർഷത്തെ പരിപാടികളുടെ ആദ്യത്തെ ഒരു തുടക്കം കൂടിയാണ്. ആ പരിപാടി തന്നെ ഇത്രയും വിജയപ്രദമാകുന്നത് വളരെയധികം ശുഭോദർക്കമാണ്. ഇനിയുള്ള എല്ലാ പരിപാടികളിലും എല്ലാവരെയും പങ്കാളിത്തം ഇതേപോലെ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പോയ വർഷങ്ങളിൽ നമ്മൾ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ ചാരിറ്റിയിൽ
കോവിഡ് വന്ന് മരിച്ച കാലത്ത് 1.5 ലക്ഷം രൂപയോളം 12 മരിച്ച ആൾക്കാർക്കും അവരുടെ വീട്ടുകാർക്കും 1,75,000 രൂപയോളം ഡൊണേഷൻ കൊടുത്തിട്ടുണ്ട്. മുൻ എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് എസ് സത്യമൂർത്തി ക്രിസ്തുമസ് പുതുവത്സര സന്ദേശം നൽകി. സന്ദേശം കരുതുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഭൂമിയിൽ സമാധാനം എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന അനുകമ്പയും സാഹോദര്യവും സമത്വവും ഒക്കെയാണ് നമ്മൾ ആലോചിക്കുന്നത്. പക്ഷെ നമുക്ക് ഇല്ലാത്തത്, ഇന്നത്തെ കാലത്ത് നമുക്ക് നഷ്ടമായതും നഷ്ടമായിക്കൊണ്ടിരിക്കുന്നതും ഉണ്ടാകാത്തതും നഷ്ടം ഉണ്ടാകാതിരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നതൊക്കെ ഈ പറഞ്ഞ സമാധാനവും സാഹോദര്യവും സമത്വവും ഒക്കെ തന്നെയാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഈ പ്രാവശ്യത്തെ മെസ്സേജ് എന്ന് പറയുന്നത് ക്രിസ്മസ് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. സമാധാനം, ഭൂമിയിൽ സമാധാനം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ സാഹോദര്യവും സമത്വവും ഒക്കെ തന്നെയാണ് വേണ്ടത്. അത് എല്ലാവർക്കും സമൃദ്ധിയായി ഉണ്ടാകട്ടെ എന്ന് പോകുന്ന പോക്കിൽ അദ്ദേഹം ഒന്ന് ആശംസിച്ചു പോയി. എല്ലാ തുടക്കത്തിനും ഒരു ഒടുക്കമുണ്ട്. അപ്പൊ എല്ലാ സാധനങ്ങളും അവസാനിച്ചാലേ പുതിയതൊന്നും തുടങ്ങാൻ പറ്റുള്ളൂ. എന്തെങ്കിലും തുടങ്ങിയാലേ അവസാനിപ്പിക്കാനും പറ്റുള്ളൂ. ഇതൊക്കെ നമ്മൾ ദിവസവും കേട്ടിരിക്കുന്ന ശൈലിയാണ്. കാരണം എവറിത്തിങ് ഈസ് നോവൽ, നത്തിങ് ഈസ് ഒറിജിനൽ. ഒറിജിനലായിട്ടുള്ള സാധനങ്ങൾ എല്ലാം നമ്മുടെ ഇതിലെല്ലാം ഒറിജിനലായിട്ടുള്ളതാണ്. പക്ഷേ നത്തിങ് ഈസ് ഒറിജിനൽ, എവറിത്തിങ് ഈസ് നോവൽ. ഈ പറയുന്ന ഒരു ഇതിനെ പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പലരും ഈ ന്യൂ ഇയർ ഈവിലോ അല്ലെങ്കിൽ ന്യൂ ഇയർ ഡോണിലോ നമ്മൾ ആലോചിക്കുന്നത് എന്ത് ആണ്, നമ്മൾ ഇതിനെപ്പറ്റി പുതിയൊരു പുതുവർഷം പിറക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയാണ്. ഒരു ഇൻട്രോസ്പെക്ഷൻ വേണോ, അതോ പുതിയ റെസൊല്യൂഷൻസ് എടുക്കണോ? ഈ റെസൊല്യൂഷൻസ് എടുക്കാം. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തു പോയ പ്രവൃത്തികളെ പറ്റി ഒരു വിചിന്തനം, ഒരു റീവൈൻഡിങ് ആണ് നമ്മൾ സാധാരണ നടത്തുന്നത്. അതിനകത്ത് ഓർക്കാനുള്ള കാര്യങ്ങളുണ്ടാകാം, ഓർക്കാതിരിക്കാനുള്ള കാര്യങ്ങളുണ്ടാകാം, മറക്കാനുള്ള സംഗതികളുണ്ടാകാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എല്ലാ വർഷവും നമുക്ക് നാശങ്ങളും അല്ലെങ്കിൽ നഷ്ടങ്ങളും മാത്രമല്ല, ഓർക്കാനുള്ള ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. വൈസ് പ്രസിഡന്റ് സദാനന്ദൻ പാറാശ്ശേരി MC ജിതിൻ സംവിധാനം ചെയ്ത സൂക്ഷ്മദർശിനി സിനിമയുടെ അവലോകനം നടത്തി. തുടർന്ന് സ്വന്തം കവിതയും അവതരിപ്പിച്ചു. സന്തോഷത്തിന്റെ കതിർമണികൾ വിരിഞ്ഞു നിൽക്കുന്നത് ഞാൻ കാണുകയാണ്. 1893 ഷിക്കാഗോയിൽ സർവമത സമ്മേളനത്തിൽ സ്വാമി വിവേകാനന്ദൻ പ്രിയപ്പെട്ട എൻ്റെ അമേരിക്കയിലെ സഹോദരന്മാരെ എന്ന് അഭിസംബോധന ചെയ്തപ്പോൾ കിട്ടിയ ഒരു കയ്യടി ഉണ്ടായിരുന്നു. അത്രയും വലിയൊരു കയ്യടി ലോകത്ത് സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ആ കയ്യടി സ്വാമി വിവേകാനന്ദനല്ല കിട്ടിയത്, അത് ഭാരതത്തിന്റെ പൈതൃകത്തിന് കിട്ടിയ കയ്യടിയാണ്. അത് ഭാരതത്തിന്റെ സാഹോദര്യത്തിനും മാനവികതയ്ക്കും കിട്ടിയ കയ്യടിയാണ്. ആ സാഹോദര്യവും മാനവികതയും കൊണ്ടു നടക്കുന്നതിൽ കേരളം എപ്പോഴും മുൻപന്തിയിലാണ്. സാഹോദര്യത്തിന്റെ ഒരു അടിത്തറ നമ്മുടെ കേരളത്തിനുണ്ട്. സാഹോദര്യം എന്നാൽ പരമമായ സ്നേഹത്തിന്റെ ആലിംഗനമാണ്. ആ പരമമായ സ്നേഹത്തിന്റെ ആലിംഗനം കേരളീയർ എന്നും കൂടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്മസും ന്യൂ ഇയറും എല്ലാം ഒരുമിച്ച് ആഘോഷിക്കുന്നത്. ആ സാഹോദര്യത്തിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും സാഹോദര്യത്തിന്റെ പൂങ്കാവനത്തിൽ ഇരുന്നുകൊണ്ട് വേണം നമ്മളുടെ ചിന്തയുടെ അല്ലെങ്കിൽ പ്രവൃത്തിയുടെ ഓരോ പൂക്കളും നാം പുറത്തെടുക്കുവാനായി. അതിനുള്ളൊരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. ആവർത്തന വിശദയില്ലാത്ത ആവിഷ്കാരം കൊണ്ട് പുതിയ ഭാവുകത്വം സമ്മാനിച്ച സിനിമയാണ് സൂക്ഷ്മദർശിനി. സ്വന്തം മകൾ ഡയാന വിദേശത്ത് അതിഥി എന്നൊരു പെൺസുഹൃത്തുമായി ലിവിങ് ടുഗദർ ആണെന്നറിഞ്ഞ അമ്മ വലിയ വിഷമത്തിലായി. ഡയാനയോട് ആ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് പല ആവർത്തി പറഞ്ഞിട്ടും ഫലമുണ്ടായില്ല. സ്വന്തം മകളേക്കാൾ കുടുംബത്തിന്റെ അഭിമാനമാണ് വലുത് എന്നുറച്ച് അവസാനം ഡയാനയെ കൊല്ലുവാൻ തീരുമാനിക്കുകയും മകൻ മാനുവലിനോട് അത് തുറന്ന് പറയുകയും ചെയ്യുന്നു. അമ്മയെ എപ്പോഴും അനുസരിച്ചിട്ടുള്ള മകൻ ചിലരുടെ സഹായത്തോടു കൂടി ആ മകളെ ഒന്ന്
അതിന്റെ മാംസങ്ങളെല്ലാം ആരും കാണാത്ത രീതിയിൽ ദഹിപ്പിച്ചു കളയുക. അതുകൊണ്ട് തന്നെ ഈ ചിത്രം കണ്ടു മടങ്ങുന്നവരുടെ നാവുകളിൽ നിന്ന് നല്ല ചിത്രം എന്ന് പറയിപ്പിക്കാൻ ജിതിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിന് അഭിമാനിക്കാം. ഇനിയും ആ ചാതുര്യം വരാനിരിക്കുന്ന ചിത്രങ്ങളെയും കൂടി മനോഹരമായൊരു ദേശം, ആദരിക്കാനൊരു ദേശം, എന്റെ കിനാവിന്റെ നെഞ്ചകപ്പാടത്തെ പൂമരമായി തീർന്ന ദേശം, സ്നേഹത്തിൻ ചാമരം വീശുന്ന ദേശം, കേരളം കേരളം എൻ്റെ പ്രിയ കേരളം. നവനവ മൂല്യങ്ങൾ വിണ്ണിനു നൽകിയ നവംബറിൻ പുണ്യമാണെന്റെ ദേശം. ഭേദങ്ങളൊക്കെ ഭേദിച്ചു നമ്മളെ സ്നേഹത്തിൻ സേതുവാൽ ചേർത്ത ദേശം. മാനവ സ്നേഹത്തിൻ ഹേമന്ത ചന്ദ്രിക കുളിർവീശിമേയുന്ന എന്റെ ദേശം, കേരളം കേരളം എന്റെ പ്രിയ കേരളം. പൂക്കളും കായ്കളും പൂനിലാചോലയും പൂവിട്ടു നിൽക്കുന്ന പുണ്യഗേഹം, കാടും മലകളും നിറവണിപ്പാടവും തിരനീട്ടി തളരാത്ത കടലോരവും, പാട്ടും കവിതയും ആട്ടപ്പെരുക്കവും തെയ്യവും ചിന്തും ചിലമ്പൊലിയും, ചിത്രത്തിലാറാട്ടും പൂരം രചിക്കുന്ന ധന്യമാം കേരള ഗ്രാമഭംഗി. എത്ര മനോഹരം എത്ര പ്രിയങ്കരം ശാന്തമാം ചൈതന്യ സ്നേഹഭൂമി, കേരളം കേരളം എന്റെ പ്രിയ കേരളം. നഷ്ടപ്പെടുത്തരു നീ നാട്ടു ചന്തവും നന്മതന്നാറുള്ള ചിന്തകളും, ജാഗ്രതയോടെ മുന്നോട്ടു പോകണം ഈ ദൈവനാടിന്റെ മൈത്രി കാക്കാൻ. തീവ്രവാദത്തിൽ വിഘടന ശക്തികൾ വിഷമേന്തി നിൽക്കുന്നു ചുറ്റുമായി. ദംശനമേൽക്കാതെ സൂക്ഷിച്ചു പോകണം നമ്മുടെ നാടിന്റെ നന്മ കാക്കാൻ. കേരളം കേരളം എന്റെ പ്രിയ കേരളം. മുഖ്യാതിഥിക്കുള്ള ക്ലബ്ബ് വക ഉപഹാരം പ്രസിഡന്റ് സി ദാമോദരൻ, സെക്രട്ടറി പി കെ ശ്രീധരൻ പിള്ള എന്നിവർ ചേർന്ന് സമ്മാനിച്ചു. സൂക്ഷ്മദർശിനിയിലെ അഭിനേതാവായ കെ വി ജെയിംസും ചടങ്ങിൽ സംബന്ധിച്ചു. ക്ലബിലെ 75 വയസ്സ് തികഞ്ഞ മെമ്പർമാരായ ഐപ്പ പീറ്ററിനെ വൈസ് പ്രസിഡന്റ് ജി രാജ്കുമാറും ഡോക്ടർ രാമൻ നായരെ എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് കെ എൻ മോഹനനും പൊന്നാട അണിയിച്ച് ആദരിച്ചു. ദാമ്പത്യ ജീവിതത്തിന്റെ 50 വർഷം പിന്നിട്ട മെമ്പർമാരായ കേരളവർമ്മയ്ക്ക് സെക്രട്ടറി പി കെ ശ്രീധരൻ പിള്ളയും ഐപ്പ പീറ്ററിന് ട്രഷറർ ബിനോയും ഉപഹാരം നൽകി. ക്ലബ്ബ് എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് കെ എൻ മോഹനൻ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ എം കെ അശോകൻ നന്ദിയും പറഞ്ഞു. ജോയിന്റ് സെക്രട്ടറിമാരായ കെ പി ജോസഫ്, ടി വി സണ്ണി, അസിസ്റ്റന്റ് ട്രഷറർ എ ആർ വിജയൻ, ചാരിറ്റി കൺവീനർ രാജു ഡൊമിനിക്,
ടൂർ കൺവീനർ KK ഏലിയാസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ലയൺസ് ക്ലബിന്റെ നന്ദി ഞാൻ ആദ്യം അറിയിക്കുകയാണ്. പിന്നീട് ഇവിടെ പരിപാടി അവതരിപ്പിക്കുന്ന കലാഭവൻ ഷിനു ചാന്ദിനിയുമുണ്ട്. അവർക്കുള്ള നന്ദി ഞാൻ പ്രത്യേകം പറയുന്നത് ഈ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ അവരുടെ പരിപാടികൾ ആരംഭിക്കുകയാണ്. കൂടാതെ ഇനിയിപ്പം ഇതിലേക്ക് അധ്യക്ഷൻ വഹിച്ച ദാമോദരൻ സാർ, ഇതിന്റെ ഭാരവാഹികൾ മോഹനൻ സാർ, ശ്രീധര പിള്ള സാർ, സത്യമൂർത്തി സാർ, സദാനന്ദൻ പാറശ്ശേരി, ബാക്കി ഇവിടെ പങ്കെടുത്ത എല്ലാ അംഗങ്ങൾക്കും ഞാൻ കലാഭവൻ ഷിനു, ഗായിക ചാന്ദിനി എന്നിവരുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും അരങ്ങേറി. Thank you.
ഇങ്ങനെ ആവുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണേ. മൻസൂർ അലിഖാന്റെ ഒരു വില്ലനില്ലേ തമിഴില്, ഭയങ്കര കാശൊക്കെ വാങ്ങിച്ച് അഭിനയിക്കുന്ന വില്ലന്. ഞാൻ തിരിഞ്ഞു പോകുമ്പോൾ അങ്ങനെയൊക്കെ സാധ്യത ഉണ്ടെങ്കിൽ ഒന്ന് കൈയടിക്കണം കേട്ടോ. ഓക്കെ, ചുമ്മാ ഒന്ന് കൈയടിച്ചോ, രസമല്ലേ? நீங்க காட்டுக்குள்ளே கொஞ்சம் புதுசா பாயசாரி சார். இது காட்டுக்குள்ளே கீரிக்கும் பாம்புக்கு சாப்பிட்டேன். கீரி சத்தை நான் சாப்பிட்றேன், பாம்பு சத்தை நீ சாப்பிட்டு 2 சத்தில் அடிச்சா கொண்டு. ஆட்டக்காரி பொண்ணு ராஜஸ்ரீ, நீ முன்னாடியே வந்து டான்ஸ் ஆடுறோம், இல்லை ஒன்று ரேப் பண்ணிடுவேடு சித்தப்பா. കൈയടിക്കണം പറഞ്ഞ ഉടനെ. തെരിമുകിൽ കാട്ടിലെ രജനി കണ്ണീട്ടിലെ കനകാമരങ്ങൾ വാടി കടത്തുവെള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി. കരിമുകിൽ കാട്ടിലെ രജനി കണ്ണീട്ടിലെ കനകാമരങ്ങൾ വാടി കടത്തുവെള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി. ഇനിയെന്നു കാണും തിരമാലമെല്ലെ ചൊല്ലി. ഇനിയെന്നു കാണും തിരമാലമെല്ലെ ചൊല്ലി. ചക്രവാളമാകെ നിന്റെ ഗദ്ഗതം മുഴങ്ങി. കരിമുകിൽ കാട്ടിലെ രജനി കണ്ണീട്ടിലെ കനകാമരങ്ങൾ വാടി കടത്തുവെള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി. മടങ്ങുന്ന പള്ളി കരിമുകിൽ കാട്ടിലെ രജനി കണ്ണീട്ടിലെ കനകാമരങ്ങൾ വാടി കടത്തുവെള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി കരയിൽ നീ മാത്രമായി.
വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ടു എവരി വൺ. അതൊരു ചെറിയൊരു നൊസ്റ്റാൾജിക് സോങ് ആണ്, ചെറിയൊരു ചൈനീസ് സോങ് പോലെ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വലിയ പ്രാക്ടീസ് ഒന്നും ഇല്ലാതെയാണ് വന്നിരിക്കുന്നത്. എന്നാലും പാടാം. മാണിക്യ വീണയുമായും എന്നുള്ള പാട്ട്.
വീണയുമായ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ പാടുവില്ലേ വീണ വീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ മാണിക്യ വീണയുമായ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണ വീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ മുഖം കാണുമ്പോൾ നിൻ കണ്ണിണകൾ എന്നിത്ര കോപത്തിൻ സിന്ദൂരം എന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കലും എന്തിനാണീ മൗനം എന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കലും എന്തിനാണീ മൗനം മാണിക്യ വീണയുമായ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണ മീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ അളിയോ അവിടെ പിരിഞ്ഞളിയോ എന്നാലും ആർജവത്തിന് കയ്യിൽ കൊടുക്കണം. പെട്ടെന്ന് 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 അളിയോ അളിയോ പുളി പിഴിഞ്ഞ് ഒഴിയളിയോ ഇപ്പോഴൊക്കെ കണ്ണടയുടെ കേട്ടില്ല. അളിയോ പുളി പിഴിഞ്ഞ് ഒഴിയളിയോ പറഞ്ഞേ. അളിയോ പുളി പിടിഞ്ഞൊഴി അളിയോ അളിയോ പുളി പിടിഞ്ഞൊഴി അളിയോ അളിയോ പുളി പിടിഞ്ഞ് ഒഴി അളിയോ അളിയോ വരാൻ വേണ്ടിട്ട് നിങ്ങൾ പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ രാജേശ്വരി കറക്റ്റ് നമ്മളത് കറക്റ്റായിട്ട് കിട്ടണ്ടല്ലോ അല്ലേ? പതിയുണ്ടല്ലോ പൗരനായതുകൊണ്ട് എനിക്ക് ഉറപ്പാണ്. ദൈവമേ എനിക്കൊന്നും കാണാൻ പറ്റില്ലല്ലോ സാറേ. ഏതൊരു ഇന്നസെന്റിനെ പോലെ ഏകദേശം തോന്നണ്ടേ കൈയടിക്കണോണ്ട് പെട്ടെന്ന് പറഞ്ഞോണ്ടേ. എന്തെല്ലാവരും ഇങ്ങനെ ഉഷാറ് കണ്ടിരിക്കണേ, ഒന്ന് ഉഷാറായിട്ട് കൈയടിച്ചേ. എനിക്ക് ഭയങ്കര ഇഷ്ടായി, ഭയങ്കര ഇഷ്ടായി. അവന്റെ കൈയ്യടി എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടാ. ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുന്നതാ, ഒരു മഞ്ഞ സാരി കൊടുത്ത മാഡം എന്നെ നോക്കി സീറ്റ് അടിച്ച് കാണിക്കുന്നു. ഞാൻ അഹംഭാവം കൊണ്ട് പറയില്ല, ഐ ലവ് യു എന്നെ കുഴപ്പമില്ല. ഏതായാലും വന്നതിക്ക് രണ്ടുപേരും പാട്ട് പാടിയിട്ടേ പോണുള്ളൂ. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. ആനച്ചന്തം ഗണപതി മേളച്ചന്തം പോട്ടെ. ആനച്ചന്തം ഗണപതി മേളച്ചന്തം എട്ടും പൊട്ടും തിരിയാലിത്തിരേന്തി ചന്തം എട്ടും പൊട്ടും തിരിയാലിത്തിരേന്തി ചന്തം എത്തിരേന്തി ചന്തം ആനച്ചന്തം ഗണപതി മേളച്ചന്തം. എന്ത് കുഴപ്പമില്ല, ഞാൻ പോണു. മലയാള സിനിമയിലെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് മലയാള സിനിമയിൽ നല്ല കാമ്പുള്ള കടമ്പുള്ള സിനിമകളിൽ കഥാപാത്രം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഞാനും ലാലേട്ടനും ചേർന്നിട്ട് നല്ല വെളിപാട് കൂടി ചെയ്തൊരു സിനിമയാണ് വെളിപാടിന്റെ പുസ്തകം. അത് വെളിപാടിന്റെ പുസ്തകമായിട്ട് മലയാളിയിൽ കണ്ടോന്ന് എനിക്കറിയില്ല. നന്ദി, നമസ്കാരം.
മധുരം ജീവാമൃതബിന്ദു മധുരം ജീവാമൃതബിന്ദു മധുരം ജീവാമൃതബിന്ദു ഹൃദയം പാടും ലയസിന്ദു മധുരം ജീവാമൃതബിന്ദു സൗഗന്ധികങ്ങളെ ഉണരൂ വീണ്ടുമെൻ മുഖമാം രാത്രിയിൽ പാർവണം പെയ്യുമീ ഏകാന്തയാമരീതിയിൽ സൗഗന്ധികങ്ങളെ ഉണരൂ വീണ്ടുമെൻ മുഖമാം രാത്രിയിൽ പാർവണം പെയ്യുമീ ഏകാന്തയാമരീതിയിൽ താന്തമാണെങ്കിലും താന്തമാണെങ്കിലും പാതിരാക്കാറ്റിലും പാടാതെ നിൽക്കുമെൻ്റെ ദീപകം സംഗീത സല്ലാപം അലനൊറിയുമാഷാതീരം പെയ്യുമീയേഴാം യാമം അറിയാതെ അറിയാതെ പവിഴവാതിങ്കളറിയാതെ രാജഹംസങ്ങളിലെ പാട്ടിൻ്റെ പിന്നയും വന്നുവോ മുറുകി നിൽക്കുന്ന നിന്റെ യൗവനം ഉച്ചവീണയായി പാടും നീ സംഗീത സല്ലാപം പെയ്യുമീയേഴാം യാമം അറിയാതെ അറിയാതെ മാഡം നല്ലൊരു കൈയ്യടി ഉഷാറായിട്ട് കൊടുത്തു. നന്നായി പ്രാർത്ഥനാഗാനം ആലപിച്ചപ്പോഴേ ഞാൻ നോട്ട് ചെയ്തതാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്. ഉണ്ണിയെ സ്വിറ്റ്സർലൻഡിൽ നിന്ന് അവിടുത്തെ ഇതോട് വായിച്ച സംഭവങ്ങൾ സുന്ദരമായിട്ട് ഇത് പറയണമെന്നുണ്ടെങ്കിൽ ശുഭജ എന്ന് പറയുന്ന ടീച്ചറിന് മാത്രമേ പറ്റുള്ളൂ. ഇത് ചില്ലറ കാര്യമല്ല. ഇത് ഞാൻ സാധാരണ പറഞ്ഞല്ല, ഇത് തൊട്ടടുത്ത തങ്കപ്പെട്ടന്റെ കടയിൽ നിന്ന് വെച്ചതാണ്. വളരെ സന്തോഷമല്ലേ. സിംഗപ്പൂർ ഡോളേഴ്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും
തീർച്ചയായിട്ടും അശോകൻ സാർ. പക്ഷെ ഇനി അടുത്ത സമ്മാനം ഇതായിരിക്കത്തില്ല കേട്ടോ. ബയോളജി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയമാണ് ഇപ്പോഴും. അല്ല എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാമോ? ഉരുളങ്കല്ലേ, ഉരുളിയുടെ അടിയിലൂടെ ഉരുളകല്ലേ. ഉരുളങ്കല്ലേ, ഉരുളിയുടെ അടിയിൽ ഉരുളങ്കല്ലേ, ഉരുളങ്കല്ലേ, ഉരുളിയുടെ അടിയിൽ ഉരുളങ്കല്ലേ, ഉരുളങ്കല്ലേ, ഉരുളിയുടെ അടിയിൽ ഉരുളങ്കല്ലേ. വെളിച്ചമൊക്കെ കിടത്തി കളയണത്. വെളിച്ചം ദുഃഖമാനുണ്ടെ തമസലോ സുഖപ്രദമുള്ള വാരണാചാര്യന്റെ കവിത കേട്ടിട്ട് കാണാൻ തോന്നുന്നു. ഉഷാറിന് കയറിച്ചു കൊടുത്ത അദ്ദേഹത്തിന്. ഏതായാലും നമ്മുടെ ഇരുട്ടത് എന്ന പരിപാടി അവതരിപ്പിക്കാൻ മാത്രമുള്ള ചായക്കാരല്ല, നല്ല വെളിച്ചം എന്നുള്ള കാര്യം ഓർമ്മിക്കണം. ഏറ്റവും ഇടുക എല്ലാം ബുദ്ധിമുട്ടുണ്ട് ഇടാനായിട്ട്. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ചെന്നിട്ടേക്ക്. ഏതായാലും ഇവിടെ നമ്മുടെ ക്രിസ്മസിന്റെയും ന്യൂ ഇയറിന്റെയും സെലിബ്രേഷനനുബന്ധിച്ച് ചാക്കി ആർക്കും കൂടെ വരാൻ കഴിഞ്ഞതില് ഒരുപാട് സന്തോഷം അങ്ങനെ തോന്നുന്നുണ്ട്. ഒന്നുകൂടി ഉഷാറായിട്ട് കൈയടിച്ച് എല്ലാവരും ചേർന്നിട്ടായാലും പത്രം വിസ്തൃമലർന്ന് ഒറ്റോടിയിടുമോരെന്നവും ബുദ്ധൻ തൈകലിയപ്പെടുത്ത കദളിപ്പഴങ്കാളനും 500 സദ്യക്ക് മേൽ തൈർമോർ കിട്ടാതെ കിട്ടും ചെമ്പക നാട്ടിൽ ദൃഷ്ടം എന്നാണെന്ന് പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും ഒരു ഗൗരവത്തിലിരിക്കണമെന്നാണ് മനസ്സിലായിട്ടുള്ള മലയാള സിനിമയുടെ വാഗ്ദാനമായിട്ടുള്ള ഒരു നടനാണ് ഇരിക്കുന്നത്. ഏതായാലും വളരെ സന്തോഷമാണ്. സൂക്ഷ്മ തപസ്രീയിൽ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ശാന്തിനി പറയായിരുന്നു അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ആ സ്ക്രീനിൽ ഭയങ്കര ചിരിയായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അപ്പൊ ഞാൻ പറയുന്നത് ഇതിന്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് ചിരിയല്ല, എനിക്ക് പേടിയാന്ന് തോന്നുന്നത്. ഇപ്പൊ നോക്കണായിട്ടാണ് അദ്ദേഹത്തെ പറയുന്നത്. ഏതായാലും ഉഷാറായിട്ട് നമ്മുടെ ജെയിംസേട്ടൻ അത് കൈഡി കൊടുക്കും. അപ്പൊ ഏതായാലും വളരെ സന്തോഷപൂർവ്വം നമ്മളിങ്ങനെ ഈ പരിപാടികളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏതായാലും നിങ്ങളുടെ കൂടെയൊക്കെ ഇങ്ങനെ കൂടാനായിട്ട് ചാക്കാരെ പെട്ടെന്ന് കൂത്ത് അവതരിപ്പിക്കണമെന്ന് പറഞ്ഞ് തിരിച്ചു വരികയാണ്. അപ്പൊ ഏതായാലും കൂത്ത് അവതരിപ്പിക്കാനുള്ള സമയമൊന്നുമല്ല, എന്നാലും കൂത്ത് പൂർത്തീകരിച്ചില്ലാന്ന് പറഞ്ഞുകൊണ്ട് ചാക്കാരെ പുറകെ ഒന്ന് കുത്തരുത് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം നിങ്ങളെ ഓർമ്മിപ്പിക്കും. എന്തൊരു ശരിയാണ് സുന്ദരനും സുമുഖനും സർവോപരി സൽഗുണ സമ്പന്നനുമായിട്ട് എന്താ പേര്? ശശി. കേൾക്കുമ്പോ എനിക്ക് ഞാൻ ശശിയായോ എന്നുള്ള ഒരു കാര്യം എനിക്ക് വളരെ സംശയമാണ്. എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അദ്ദേഹം പറയുന്ന ഒരു എക്സ്പ്രഷൻ ശശി എന്ന് പറയാൻ വേണ്ടിയുള്ള പേര് പോലെയൊന്നും പറയണ വളരെ ഗംഭീരമായിട്ടുള്ള പേരാണ് ശശി എന്നുള്ളത്. ഈ അടുത്ത കാലത്താണ് ശശി എന്ന് പറഞ്ഞ പേര് ശശിയായിട്ട് മാറിയത്. അപ്പൊ അതുകൊണ്ട് വലിയ സംവിധായകന്റെ ഒരുപാട് വലിയ പ്രഗത്ഭരുടെയൊക്കെ പേരാണ് ശശി എന്നുള്ളത്. അപ്പൊ ശശിയായിട്ട് മാറുന്ന കാര്യമില്ല ശശിയേട്ടാ. അപ്പൊ തൽക്കാലം അവിടെ ഇരിക്കുക. അതായാലും നിങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹത്തോടെ നമ്മുടെ പരിപാടികൾ ഇങ്ങനെ സാഗം തുറന്നുകൊണ്ട് പോയിരിക്കണം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചായക്കാർ ഇങ്ങനെ വീണ്ടും വരുമെന്നുള്ള കാര്യം ശ്രമിക്കാനുണ്ട്. അതൊന്ന് തിരിച്ചു വരികയായിരിക്കും. ഇത്തവണ കാവ്യാമാനത്തെ ഫിഗർ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് ഗൗരവത്തിൽ ചിരിക്കാൻ വന്നങ്ങനെ തിരിച്ചു കൊള്ളാം. മനസ്സിലായില്ലേ? എന്താ പേര്? മേഘ. എന്ത് രസമാണ് നമ്മുടെ ആകാശത്തെ മേഘകൾ കാണുന്ന പോലെയുള്ളൊരു സുന്ദരമായിട്ടുള്ള ഒരു ഫിഗറാണ്. അപ്പൊ ഏതായാലും വളരെ സന്തോഷമാണ്. പാട്ട് പാടുന്നു തോന്നുന്നു. പാട്ട് പാടുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ പറയുന്നത്. അപ്പൊ ആരെങ്കിലും പാട്ട് പാടുന്നതൊക്കെ ഉണ്ടെങ്കിൽ വന്ന് പാടണം എന്നുള്ള സ്നേഹം ഉറപ്പിക്കാനും Yeah.
പെണ്ണ് കാണാനായിട്ട് വരുന്ന ഒരു രംഗമാണ് പൃഥ്വിരാജിന്റെ സിസ്റ്റർ. ആ രംഗമുണ്ട്. മോനെ ഏത് കൈ നിറച്ച കണക്ക് പറഞ്ഞു മേടിക്കുന്ന സ്ത്രീധനത്തിന്റെ പേരിലല്ല, ഉറച്ച ശബ്ദത്തിൽ കൊടുക്കുന്ന വാക്കിന്റെ പേരില ഒരു പെൺകുട്ടിക്ക് സുരക്ഷ ഫീൽ ചെയ്യാം. ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നപ്പോ നിങ്ങൾ ചോദിച്ചില്ലേ ഞാൻ ഈ വീട്ടിൽ ആരാണ്? ആരുമില്ല, ഒരു വഴിപോക്കനായിട്ട് കണ്ടാൽ മതി. പക്ഷേ വിശന്ന ഉടലെങ്കിൽ വീട്ടിലേക്ക് കയറി വന്നെനിക്ക് അറിഞ്ഞ ആഹാരം വിളമ്പി തരാൻ കാണിച്ച പെൺകുട്ടിയുടെ മനസ്സുണ്ടല്ലോ, അതാണോ തനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സ്ത്രീധനം. തോന്നുന്നുണ്ടോ? ഈ സാധാരണഗതിയിൽ മിമിക്രി അവതരിപ്പിക്കുമ്പോൾ ഒരു ലിസ്റ്റ് തരും. ചില സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലേ ഇന്ന ശബ്ദം അനുകരിക്കണം അല്ലെങ്കിൽ ഇന്ന രീതിയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ലിസ്റ്റ് തന്നില്ല. പക്ഷെ ഒരാളൊരു ശബ്ദം അനുകരിക്കാൻ പറഞ്ഞു എന്നോട്. ഞാനവിടെ ഇന്നപ്പോ ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് ഞാൻ ചെയ്യാറില്ല, എന്നാലും ഞാൻ ട്രൈ ചെയ്യാന്ന് പറഞ്ഞത്. പറഞ്ഞത് ഗംഭീര ശബ്ദത്തിനൊരു ഉടമയാണ് തിലകൻ സാറിന്റെ ശബ്ദം ചെയ്യാൻ പറഞ്ഞു. ഞാൻ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ്. ചുമ്മാ ഒന്ന് കൈയടിച്ചോ, വെറുതെ നന്നായി കൈയടിച്ചോ. ഓക്കെ, നരസിംഹ സിനിമയിലെ ചെയ്ത് നോക്കാം കേട്ടോ. ഫസ്റ്റ് ആണ് അല്ലേ കേട്ടോ. അന്ധമായ പുത്രസ്നേഹം ദേവേന്ദ്രനെ യാചക വേഷം കെട്ടിച്ച് സൂര്യപുത്രനായ കർണന്റെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ട്. അർജുനനെ കർണം വധിക്കാതിരിക്കാൻ കർണന്റെ ശത്രുദസ്സുകളായ കവചകുണ്ടലങ്ങൾ ഇരന്ന് വാങ്ങാൻ പോയ ദേവദയാവിന്റെ കഥ അവൻ അറിയുന്നതും മകളെ. ഓണം, വിഷു, ആലുവ ബാങ്കേഴ്സ് ക്ലബിന്റെ ക്രിസ്മസ് ആഘോഷം ഏതായാലും കലണ്ടർ മനോഹരന്റെ തന്നെ ഉണ്ടായോ? ഇപ്പൊ എനിക്ക് അല്ലേ എടുത്തിട്ട് എ സി ഹാളായതുകൊണ്ട് വളരെ ചെറിയ ഹാളല്ലേ, അപ്പൊ ഭയങ്കരമായിട്ട് ചിലപ്പോൾ തണുപ്പൊക്കെ ഫീൽ ചെയ്യും. ഒരു 2-3 പ്രാവശ്യം യോഗ അഭ്യസിപ്പിക്കുകയല്ല കേട്ടോ, 2-3 പ്രാവശ്യം ഒന്ന് ബ്രീത്ത് എടുത്തിട്ട് വിട്ടു കഴിഞ്ഞാൽ വളരെ റിലാക്സ് ആയിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ശാന്തിനി നല്ലൊരു കൈയടി കൊടുത്താലേ പുള്ളിക്കാരത്തി വേദിയിലേക്ക് വരുള്ളൂ.
ചിന്ന